അമ്മ ചട്നി ഉണ്ടാക്കിയില്ലേ? സാമ്പാർ മാത്രമുള്ള? ചട്നി ഉണ്ടാക്കിയില്ല. ചട്നിയും തേങ്ങ പൊതിച്ച ഒന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയില്ല. പിന്നെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. സാമ്പാർ എനിക്ക് ഒന്നാമത് ഈ ഗർഭിണിയായതിനു ശേഷം എനിക്ക് സാമ്പാറിന്റെ മണം കായത്തിന്റെ എന്തൊക്കെ അടിക്കുമ്പോൾ ഒക്കാനം വരികയെന്ന് അമ്മയ്ക്ക് അറിയില്ല. ഞാനത് ചട്നി ഉണ്ടാക്കണം എന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എനിക്കറിയാതെ നീ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചട്നി കഴിക്കത്തില്ല എന്നൊക്കെ. പക്ഷെ ഇത് എല്ലാം കൂടെ എന്റെ തലയിൽ ഓടണ്ടേ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്. ആരും ഇല്ലല്ലോ, ഒരാള് സഹായത്തിനില്ലല്ലോ. കാര്യം ഗർഭിണിയാണെന്നും പറഞ്ഞ് ഒരു പണിയും നീ ചെയ്തില്ല. ഇപ്പൊ ഒരു പ്ലാന പറിച്ചിടുന്ന പോലും ഇല്ല. രാവിലെ എണീക്കുക, ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക. ഈ പണി മൊത്തം ചെയ്യുന്നത് ഞാനല്ലേ. അപ്പൊ എല്ലാവരുടെയും എല്ലാ ശീലങ്ങളും ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നോ? അമ്മ പറഞ്ഞാ മതിയായിരുന്നു. അച്ഛനാണെങ്കിൽ സാമ്പാർ, അവനാണെങ്കിലും സാമ്പാർ. ചട്നി ഒന്നും വലിയ താല്പര്യം ആർക്കുമില്ല. എനിക്കും വലിയ ചട്നിയൊന്നും താല്പര്യമില്ല. നിനക്ക് മാത്രം ചട്നി താല്പര്യമുള്ളൂ. എനിക്കും അത് ഓർത്തെല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണ്ടേ. പിന്നെ തേങ്ങയാണെ പൊതിച്ചതും ഉണ്ടായിരുന്നില്ല. നീ സാമ്പാർ കൂട്ടി കഴിക്ക്. സാമ്പാർ കഴിക്കുമ്പോ അതൊരു ഓക്കാനം വരുവാ, അതാ. അതൊക്കെ തോന്നലാ. അതൊക്കെ ആ സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും തോന്നത്തില്ല. അല്ലെങ്കിൽ ഒരു പഞ്ചസാര എടുത്തിട്ട് ഇഡ്ഡലിയും പഞ്ചസാരയും കഴിക്കണം. അതിനെന്നാ നല്ല കാര്യമല്ലേ? അതെടുത്ത് കഴിച്ചുകൂടെ? വിധം കറി ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം വീട് പോലെ കാണരുത് കേട്ടോ. സ്വന്തം വീട്ടിലാകുമ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം ഉണ്ടാക്കി തരാൻ അമ്മയുണ്ടാവും. ഞാൻ അമ്മായിയമ്മയൊന്ന് മനസ്സിലാക്കണം. എനിക്ക് അതിൻ്റെതായ വയ്യായും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിയേ കൊള്ളാം. എല്ലാവർക്കും ഉണ്ടാക്കി തരാൻ ഞാനിവിടെ ഷെഫല്ല കേട്ടോ. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിതയ്ക്കാൻ തുടങ്ങി. എല്ലാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഊട്ടിയൊക്കെ കഴിക്കുക. അല്ല പിന്നെ എന്നാ നിങ്ങൾ കഴിക്കുക. എനിക്ക് സാമ്പാറിന്റെ മണം വന്നിട്ടേ എന്തോ ഓക്കാനം വരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പഞ്ചസാര ഇട്ട് കഴിച്ചോളാം. കണ്ടോ അവൾ എണീറ്റ് പോയത് കണ്ടോ? വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളൊരു ബോധമില്ല. എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കമല്ല. അവൾക്ക് ഇഷ്ടമുള്ള കറി ഉണ്ടെങ്കിലേ ഇറങ്ങത്തുള്ളൂ. ഉണ്ടാക്കി തരാം ഞാൻ. അമ്മേ, എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുക. എന്താ തിന്നാൻ തോന്നുന്നേ? അത് കാര്യം പറ. എനിക്ക് നല്ല ചക്കപ്പുഴുക്കും മത്തിക്കറിയൊക്കെ കഴിക്കാൻ തോന്നുന്നു. ഇച്ചിരി ഉണ്ടാക്കും അമ്മേ. ഒരു ചക്കയൊക്കെ ദൂരെ കിടക്കുന്ന പറമ്പില് ഒരു ചക്ക പുഴുക്കി തരുമോ? ചക്കയോ? വേറെ എന്തൊക്കെ ആണെങ്കിൽ വല്ലതും പറ എൻ്റെ പൊന്നു. എനിക്കൊന്നും മേല ചക്കയൊന്നും ഉണ്ടാക്കാം. ചക്കയാണെങ്കിൽ പറമ്പിൽ പോയിട്ട് ഇടണം. അത് വെട്ടി പൊളിച്ച് ചകിടി പെറുക്കി അത് അരിഞ്ഞ് വേവിച്ച് കറിയുള്ള എന്നെ കൊണ്ടൊന്നും മേല. ഒരാളും ഒരു സഹായത്തിനും ഇല്ല. ഒറ്റ ആളില്ല. കയ്യാലും ബത്താഴ്ച ഇവിടെ ചക്ക വേവിച്ചായിരുന്നു. അപ്പൊ പിന്നെ നീ വീട്ടിൽ പോയേക്കുമല്ലായിരുന്നോ? നല്ല രുചിയുണ്ടായിരുന്നു. ഇനി എന്നെ കൊണ്ടുണ്ടാക്കാതെ പോയി. ആ ചക്ക അവിടെ വീട് പോയി ചീഞ്ഞു പോയാലും വീട്ടില്ല. ഞാനിനി ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ച മടുത്തു പോയി. കഴിഞ്ഞ ആഴ്ച ഒരാള് സഹായത്തിനില്ലേ. എന്നെ കൊണ്ടൊന്നും മേല. വേറെ വല്ല ചെറിയ വല്ല മുട്ട പുഴുകി തരാനോ വല്ല മുട്ട ബജിയോ അങ്ങനെ വല്ല ചെറിയ വല്ലതൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലാണ്ട് ഈ ചക്കയെ വാങ്ങിയൊന്നും എന്നെ കൊണ്ടൊന്നും മേല. എന്തായാലും ഇപ്പൊ ഒരു മാസം കണ്ടു കഴിഞ്ഞ് നീ എന്തായാലും വീട്ടിൽ പോകും പ്രസവത്തിന്. അവിടെ ചെല്ലുമ്പോ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറ. അത് പോരെ? ഇതിനപ്പോ എനിക്കൊന്നും മേല. അയ്യോ, ഗർഭിണി ആയിരിക്കുമ്പോ എനിക്കും ഉണ്ടായിരുന്നു കുറെ ആഗ്രഹങ്ങളൊക്കെ. നടക്കില്ലാന്ന് കണ്ടാൽ പിന്നെ അത് ആലോചിച്ചോണ്ടിരിക്കരുത്. നടക്കില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കണം. എന്നാ ഒരു ചൂടാ. ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ. അമ്മ, എനിക്ക് നല്ല വിശക്കുന്ന കൂട്ട്. എന്താന്നറിയത്തില്ല. അടിവയറ്റിൽ നിന്നൊക്കെ ഇതൊരു കാളല് പോലെ. ഞാൻ ഇച്ചിരി ചോറെടുത്തുണ്ടാൻ പോണേ. ഇതിപ്പോ ആരും കഴിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ 12:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. തന്നെ ഇത്രയും നേരത്തെ ഒരു വിശപ്പ്. എൻ്റെ മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിൽ രാവിലെ അയില മേടിച്ചത് കുറച്ചേ വറുത്തിട്ടുള്ളൂ. ആൾക്ക് എണ്ണത്തിനെ വറുത്തിട്ടുള്ളൂ. പക്ഷെ അച്ഛനും അവനെയൊക്കെ നിനക്ക് അറിയാമല്ലോ. അവനും അതെ അച്ഛനും അതെ എടുത്തങ്ങ് തിന്നും. ബാക്കി വല്ലതും ഉണ്ടെങ്കിലല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ. ഇപ്പൊ നീ ആദ്യം കയറി കഴിച്ച് മീനും ഒക്കെ എടുത്ത് വറുത്ത് കറിയൊക്കെ എടുത്ത് കഴിച്ചാൽ അവർക്ക് തികഞ്ഞില്ലേ? അത് മോശമാവില്ലേ? ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെറുതെ ആയി പോയില്ലേ? ഒരു കാര്യം ചെയ്യ്. അവരിപ്പോ കഴിക്കുന്നേ. 1 മണിയാകുമ്പോൾ അവര് കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. തികഞ്ഞില്ലാന്നൊരു പരാതി വരുത്തില്ലല്ലോ. പിന്നെ തികഞ്ഞില്ലെങ്കിൽ അച്ഛനും അതെ അവനും അതെ പരാതി പുറപുറോന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ടാ പറയുന്നത്. അവര് കഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം അത് എടുത്ത് കുടിച്ചോണ്ടിരിക്കും. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. വയറ് ചെറുതായിട്ട് വിശക്കുന്നതല്ലേ. വിശപ്പൊക്കെ സഹിച്ച് എന്തോരം ആൾക്കാർ ജീവിക്കുന്നത്. അത്ര വലിയ കുഴപ്പമില്ല. 1/2 മണിക്കൂറല്ലേ. അത് കഴിയുമ്പോ കഴിക്കാം. ഇച്ചിരി വെള്ളം എടുത്ത് കുടി. നീ ആ കാസറോളിൽ ഇരുന്ന ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിച്ചോ?
ആ ഞാൻ എടുത്ത് കഴിച്ചമ്മേ. ഉറങ്ങി എണീറ്റപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിശപ്പ് തോന്നി. അപ്പം ഞാൻ എടുത്ത് കഴിച്ചാ. ഞാൻ പൊന്നു വെച്ചാൽ അച്ഛനാണെങ്കിൽ രാവിലെ ഇഡ്ഡലി കഴിച്ചില്ലായിരുന്നു. കഞ്ഞി മതിയെന്നും പറഞ്ഞ് ഇഡ്ഡലി വേണ്ട, വൈകുന്നേരം എങ്ങാനും കഴിക്കാം, ഇഡ്ഡലി എടുത്ത് വെച്ചേരെന്നും പറഞ്ഞ് കഞ്ഞിയാ കുടിച്ചേ. അച്ഛൻ എടുത്തു വെച്ച ഇഡ്ഡലി ആയിരുന്നു അത്. ഇപ്പൊ അച്ഛൻ വൈകുന്നേരം ചോദിക്കുമ്പോൾ ഞാൻ എന്നാ പറയും? വിശന്നപ്പോ കഴിച്ചതാ. എന്നാ വിശപ്പ? രാവിലെ 4 ഇഡ്ഡലി കഴിച്ചല്ലായിരുന്നോ? ഇനിയിപ്പൊ എന്നാ വിശപ്പ്? ഇത് എന്തോ ഒരു വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ വിശക്കുവോ ആർക്കേലും? അലി വിശക്കുവാണ് ചോറ് എടുത്തുള്ളണം. ചോറ് ഇരിപ്പില്ലായിരുന്നോ? അതെടുത്തുണ്ടാ പോരായിരുന്നോ? ഇതിപ്പോ ഞാൻ എന്നാ പറയും? വൈകുന്നേരം അച്ഛൻ ചായക്ക് ഇഡ്ഡലി ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? വരുമ്പോൾ എടുത്തത് മുഴുങ്ങിയെന്ന് പറയണോ? ചോദിച്ചും കേട്ടൊക്കെ ചെയ്തൂടെ? അമ്മ എനിക്ക് വിശക്കുന്നു, ഞാൻ ഇഡ്ഡലി എടുത്ത് കഴിച്ചോടെ ഒരു വാക്ക് ഇതിലൊക്കെ ചോദിച്ചൂടെ? നീ ഇതൊരു ചോദിക്കാണ്ട് പറയാണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എവിടത്തെ പഠിത്തവാ? ഇതൊന്നും നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരുടെ ശീലമല്ല കേട്ടോ. ഞാനത് ഒരിക്കലും പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും. നമുക്കിതിൽ വിശപ്പുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കണം, അല്ലെങ്കിൽ ചോദിക്കണം. ഇത് ഒരു മാതിരി മിണ്ടാണ്ടങ്ങ് എടുത്ത് തിന്നിട്ട് ഇപ്പൊ അച്ഛൻ ഞാൻ എന്നാ വൈകുന്നേരം ചായക്ക് കൊടുക്കുന്നേ? ഇഡലി ഉണ്ടാക്കാൻ നടക്കുമോ ഇനി? ഒരു കഷ്ടമാ നോക്കണേ. ആ നീ ഉറങ്ങുമായിരുന്നോ? എന്നാ ഈ സമയത്ത് ഒരു ഉറക്കം? എന്താണെന്നറിയില്ല, വൈകുന്നേരം നല്ല ക്ഷീണം തോന്നിയപ്പോൾ ദേഹമൊക്കെ കുഴയുന്നു വിട്ട്. അപ്പം ഞാൻ കിടന്നു പോയത്, ഉറങ്ങിപ്പോയി. ഒരു 7 മണിയായപ്പോൾ ഞാൻ കിടന്ന. എണീറ്റ് നോക്കുമ്പോൾ 10:30. പണിയെല്ലാം കഴിഞ്ഞു, ഒന്ന് കിടക്കട്ടെ. ചോറ് എന്തിയമ്മ? നീ കഴിച്ചില്ലായിരുന്നു അപ്പോ? ഇതൊക്കെ നേരത്തെ പണ്ട് വന്ന് കഴിച്ചുകൂടായിരുന്നോ? ഇതെന്നാ ഞാനെല്ലാം ചോറൊക്കെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. കറിയും കാര്യമൊക്കെ എടുത്ത്, കറിയൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ. നീ കഴിച്ചില്ലേ ഒന്ന് പറയണ്ടല്ലായിരുന്നോ? ഒരു നേരം കെട്ട് നേരത്തെ ആരെങ്കിലും കിടന്ന് ഉറങ്ങുമോ ഈ സമയത്തൊക്കെ? ഉറങ്ങേണ്ട ആവശ്യം എന്തിരിക്കണ്? ഇതൊക്കെ എല്ലാം നടക്കുന്നു കണ്ടിട്ടല്ലേ? ഇതിപ്പോ ഞാനിനിയിപ്പോ എന്നാ ഉണ്ടാക്കി തരാനാ? ചോറും എടുത്തു വെച്ച് ഇനിയിപ്പോ മനുഷ്യനൊന്ന് പണി കഴിഞ്ഞ് ഒന്ന് കിടക്കാന്ന് വെച്ചപ്പോ ഓരോരുത്തർ കഴിച്ചില്ല എന്നും പറഞ്ഞ് വരും. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും കിടന്നുറങ്ങിക്കൂടെ? തിന്നണ്ട കുടിക്കണ്ടെന്നോ കഴിക്കണ്ടെന്നോ ആരും പറയുന്നില്ല. പക്ഷെ മനുഷ്യന് പണി മെനക്കണ എന്തിനാ? കുഴപ്പമില്ലമ്മ, ഞാൻ കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വന്നല്ലേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നില്ല, കുഴപ്പമില്ല. വിശക്കണില്ലേ കുഴപ്പമില്ല. ഒത്തിരി വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വല്ല കട്ടൻ ചായ വല്ലതും ഉണ്ടാക്കി തരണോ? വേണ്ട, കട്ടൻ ചായ ഒന്നും വേണ്ട, കുഴപ്പമില്ല, വിശക്കുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട, അത്ര നല്ല കാര്യം. രാവിലെ തുടങ്ങുന്ന പണിയാ. അടുക്കളയിൽ ഒന്നും മാറാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ എല്ലാം തുടച്ച് മിനുക്കി എല്ലാം ഒന്ന് കിടക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഓരോരുത്തർ കഴിക്കാൻ വേണ്ടി വന്നേക്കും. ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കരുത് കേട്ടോ. നേരത്തെ വന്ന് ഭക്ഷണം കഴിച്ച് പോക്കോണം. വിശന്നിട്ടും പാടില്ലല്ലോ, അറിയാണ്ട് ഉറങ്ങിയും പോയി. എൻ്റെ അമ്മയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കിടക്കില്ല. എത്ര രാത്രിയാണെങ്കിൽ എനിക്ക് വിശന്നെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. അതിപ്പോൾ ഗർഭിണിയാണെന്നോ അല്ലെന്നോ. ഇനി എന്തായാലും ഈ സമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരും. ഇന്നെന്തായാലും വിശപ്പ് സഹിച്ച് കിടക്കാം. പഴം പോലും ഒന്നും ഇരിപ്പില്ലല്ലോ.